ഈശ്വരണം അമ്മേ മാലേശിടുന്ന നേരം കഠിനരുചകളാൽ മാനസം വെന്തു നീറും കാലേ വന്നങ്ങു വേഗം പരിചരണസുഖം കൊണ്ടൊരാശ്വാസമേകാൻ ചാലേ ചിന്തിച്ചിടുമ്പോൾ തവ മുഖകമലം മാത്രമാണാശ്രയം മേ പാലേ ലീലേ വസിക്കൻ മനസ്സി സന്ധാനവല്ലി സുചില്ലി. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 22-ാമത്തെ അധ്യായമാണ് നാം ഇന്നലെ അവലോകനം ചെയ്തു നിർത്തിയത്. ശംഖചൂഡനും സൈന്യവും ദേവന്മാരുമായിട്ട് നടത്തുന്ന യുദ്ധം, അതിൽ ഭദ്രകാളി ആവും വിധമെല്ലാം ആയുധങ്ങളും മറ്റും ചന്ദ്രചൂഡൻ്റെ നേരെ പ്രയോഗിച്ചു എന്നുണ്ടെങ്കിലും അതൊന്നും അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അശരീരി വാക്യങ്ങൾ ഭദ്രകാളി കേട്ടത്. എത്ര കാലം അവൻ്റെ പത്നിയായിട്ടുള്ള തുളസീദേവി പതിവ്രതയായിരിക്കുന്നുവോ, എത്ര കാലം അവൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്നതായിട്ടുള്ള സുദർശന ചക്രം എന്ന കവചം ഇരിക്കുന്നുവോ, അത്രയും കാലം ഒരായുധങ്ങളെ കൊണ്ടും ഒന്നും അവനെ വധിക്കാൻ കഴിയില്ല എന്ന വരം ബ്രഹ്മാവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്, ആ ഭാഗങ്ങളൊക്കെയാണ് ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. അടുത്തതായിട്ട് 23-ാമത്തെ അധ്യായം നമുക്ക് തുടങ്ങാം. ശംഖചൂഡൻ്റെ കവച അപഹരണമാണ് ഈ അധ്യായത്തിൽ നാരായണ ഋഷി പറയുന്നത്. ശിവസ്തത്വം സമാകർണ്യ തത്വജ്ഞാന വിശാരദ ജയൗ സ്വയം ച സമരേ സ്വഗണൈ സഹ നാരദ. ഭദ്രകാളി വന്ന പ്രകാരം ശിവനോട് പറഞ്ഞപ്പോൾ ശിവൻ കാളി പറഞ്ഞതിൻ്റെ തത്വം മനസ്സിലാക്കി സ്വന്തം ഭൂതഗണങ്ങളോടുകൂടി സ്വയം ആ യുദ്ധരംഗത്തിലേക്ക് പോയി. ശംഖചൂഡൻ ശിവനെ കണ്ടപ്പോൾ വിമാനത്തിൽ നിന്നിറങ്ങി അത്യന്തം ഭക്തിയോടെ നിലത്ത് വീണ് ദണ്ഡനമസ്കാരം ചെയ്തു. ശിവനെ നമസ്കരിച്ച ശേഷം വിമാനത്തിൽ കയറി യുദ്ധത്തിനൊരുങ്ങിക്കൊണ്ട് വില്ല് വലിച്ചെടുത്തു. ശിവനും ശംഖചൂഡനുമായിട്ടുള്ള യുദ്ധം പൂർണ്ണമായി 100 വർഷം നീണ്ടുനിന്നു. ഹേ നാരദരെ, എന്നിട്ടും ആർക്കും ജയമോ പരാജയമോ ഉണ്ടായില്ല. ശിവൻ ആയുധം താഴെ വെച്ചാൽ ശംഖചൂഡനും ആയുധം താഴെ വയ്ക്കും. വൃഷഭധ്വജൻ, അതായത് കാളപ്പുറത്തിരിക്കുന്ന ഭഗവാൻ ശിവൻ, വൃഷഭാരൂഢനായാൽ ശംഖചൂഡനും രഥത്തിൽ കയറും. ഭഗവാൻ കാളയിൽ നിന്നും തൻ്റെ വാഹനത്തിൽ നിന്നും താഴത്തിറങ്ങിയാൽ യുദ്ധം നിർത്തിയ ശംഖചൂഡനും രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങുമെന്ന് പറയാണ്. അപ്പോൾ ആ മഹാദേവനോടുള്ള ശംഖചൂഡൻ്റെ ആദരവിനെയാണ് അവിടെ കാണിക്കുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും നമസ്കരിച്ചു എന്ന് പറഞ്ഞുവല്ലോ. അനേകം ദാനവന്മാർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടു, യുദ്ധത്തിൽ മരിച്ചു. തൻ്റെ യോദ്ധാക്കളെല്ലാം, അതായത് ശിവഭാഗത്ത് മരിച്ച യോദ്ധാക്കളെയെല്ലാം ശിവൻ ജീവിപ്പിച്ചു. അതിനിടയ്ക്ക് അത്യന്തം ദീനമായ ഒരു വൃദ്ധബ്രാഹ്മണൻ യുദ്ധരംഗത്ത് എത്തി ആ ചന്ദ്രചൂഡനോട് പറഞ്ഞു. എന്താ ബ്രാഹ്മണൻ പറഞ്ഞത്? ബ്രാഹ്മണ ഉവാച ദേഹി ഭിക്ഷാം ച രാജേന്ദ്ര മഹ്യം വിപ്രായ സാമ്പ്രതം ത്വം സർവസമ്പദാം ദാതാ യന്മേ മനസി വാഞ്ചിതം. ഹേ രാജേന്ദ്ര, ഹേ ശംഖചൂഡ, ബ്രാഹ്മണനായി എനിക്ക് ഭിക്ഷ നൽകിയാലും ഞാൻ മനസ്സാഗ്രഹിക്കുന്ന സകല സമ്പത്തും നൽകാൻ കഴിവുള്ളവനാണല്ലോ. അവിടുന്ന് ഒന്നും ചെയ്യാനാവാത്ത വൃദ്ധനാണെങ്കിലും ഇപ്പോൾ വല്ലതും വേണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങ് ആദ്യം സത്യം ചെയ്യണം, പിന്നെ ഞാൻ പറയാം എൻ്റെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ച ബ്രാഹ്മണനോട് രാജാവ് ശംഖചൂഡൻ വന്നിരിക്കുന്നത് ആരാണ് എന്നറിയാതെ കണ്ട പാവം സത്യം ചെയ്തു. ബ്രാഹ്മണൻ അപ്പോൾ പറഞ്ഞു,
ഞാൻ അങ്ങയുടെ കവചമാണ് ആഗ്രഹിക്കുന്നത്. കവചാർത്ഥി ജനച്ചാഹാമിത്യുവാചാധിമായ. അങ്ങയുടെ ഈ കവചമാണ്, സുദർശന കവചമാണ് ഞാൻ ഭിക്ഷയിൽ ആഗ്രഹിക്കുന്നത് എന്ന്. അത് കേട്ടപ്പോൾ ശംഖചൂഡൻ ആ ദിവ്യകവചം ബ്രാഹ്മണ വേഷധാരിയായ വന്നിട്ടുള്ള ഹരിക്ക്, ശ്രീഹരിയാണ് സ്വയം ബ്രാഹ്മണന്റെ വേഷമെടുത്ത് വന്നിരിക്കുന്നത്, ആ ശ്രീഹരി അത് സ്വീകരിച്ചുകൊണ്ട് ശംഖചൂഡന്റെ വേഷത്തിൽ തുളസിയുടെ അടുക്കലേക്ക് ചെന്നു. വേഷം മാറി. അപ്പോൾ ആദ്യത്തെ ബ്രഹ്മവരം, ആ കവചം അവൻ്റെ കഴുത്തിൽ നിന്നും മാറണം. അത് ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ചു വന്ന ഹരി ചെയ്തു. പിന്നീട് അടുത്തത് തുളസിയുടെ പാതിവൃത്യമാണ്. അപ്പോൾ ആ കവചം കരസ്ഥമാക്കിയ ഹരി വേഷം മാറി അവൻ്റെ പത്നിയായ തുളസിയുടെ അടുത്തേക്ക് ചെന്നു. മായാബലം കൊണ്ട് അവളിൽ ശംഖചൂഡനാണ് എന്ന് യുദ്ധക്കളത്തിൽ നിന്നും തന്നെ കാണാൻ ആഗ്രഹിച്ച് മടങ്ങി വന്നിരിക്കണു എന്ന് വിചാരിച്ചുകൊണ്ട് ആ തുളസി ഈ വേഷം മാറി വന്ന ഹരിയെ, ശംഖചൂഡന്റെ വേഷമിട്ട് വന്ന ഹരിയെ സ്വീകരിച്ചു. അവളിൽ വിഷ്ണു ഗർഭാധാനം ചെയ്തു എന്നാണ് പറയണത്. അതിനുശേഷം ഇവിടെ യുദ്ധക്കളത്ത് ശിവൻ ആ വിഷ്ണു അനുഗ്രഹിച്ച് നൽകിയ ശൂലമെടുത്ത് ഈ ശംഖചൂഡന്റെ നേർക്ക് പ്രയോഗിച്ചു. ആ പ്രയോഗിച്ച വിഷ്ണുശൂലത്തിൻ്റെ മഹിമകളെയാണ് പിന്നീട് 3-4 ശ്ലോകങ്ങളെ കൊണ്ട് വിവരിക്കുന്നത്. അഖില ബ്രഹ്മാണ്ടങ്ങളെയും നിഷ്പ്രയാസം സംഹരിക്കാൻ ശക്തിയുള്ള ത്രിശൂലം തൂക്കിയെടുത്ത് ശംഖചൂഡന്റെ നേർക്ക് മഹാദേവൻ പ്രയോഗിച്ചു. ശംഖചൂഡൻ അത് കണ്ടു. ശാപം ഉപേക്ഷിച്ച് ഭക്തിപൂർവം ശ്രീകൃഷ്ണന്റെ ചരണാംബുജം ധ്യാനിച്ചുകൊണ്ട് യോഗസനസ്ഥനായിരുന്നു. ആ ശൂലം ചുറ്റിക്കറങ്ങി ദാനവന്റെ മേൽ ചെന്ന് വീണു. അത് രഥത്തോടുകൂടി അവനെ നിഷ്പ്രയാസം ഭസ്മമാക്കി തീർത്തു. അതോടെ രാജാവ് ദ്വിഭുജനായി കയ്യിൽ മുരളിയും രത്നഭൂഷണങ്ങളും അണിഞ്ഞ് ദിവ്യരൂപമായിട്ടുള്ള ബാലകനായി മാറി. സുധാമാവാണല്ലോ ഇവിടെ ശംഖചൂഡനായിട്ട് വന്നത്. ആ ശരീരത്തിൽ നിന്ന് മുക്തി കിട്ടിയ ശംഖചൂഡൻ വീണ്ടും അതേ വേഷത്തിൽ പൂർവജന്മത്തിലെ ഗോപാലനായി മാറി എന്ന് പറയുകയാണ്. അങ്ങനെ ഗോലോകത്ത് നിന്ന് വന്നതിൽ കയറിയ ഒരു വിമാനം ഗോലോകത്തിൽ നിന്ന് വന്നു അവനെ കൊണ്ടുപോകാൻ. അതിൽ കയറി ഗോലോകത്തിലേക്ക് പോയി. അവിടെ ചെന്ന് വൃന്ദാവനത്തിലെ രാസമണ്ഡലത്തിലിരിക്കുന്ന രാധാകൃഷ്ണന്മാരുടെ ചരണകമലങ്ങളെ ഭക്തിപൂർവ്വം നമിച്ചു. സുധാമാവിനെ കണ്ടപ്പോൾ സന്തോഷത്താൽ അവരുടെ മുഖമെല്ലാം വികസിച്ചു. അപ്പോഴേക്കും വളരെ വേഗം ശൂലവും ആദരവോടെ കൃഷ്ണന്റെ സമീപത്തെത്തി. ശംഖചൂഡന്റെ അസ്ഥികൾ കൊണ്ടാണ് ശംഖജാതികൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. നാനാവിധ രൂപങ്ങളോടുകൂടിയ ആ ശംഖുകൾ ദേവപൂജയ്ക്ക് വളരെ പരിശുദ്ധമായിട്ടുള്ളതാണ്. ശംഖജലം പ്രശസ്തവും ദേവന്മാർക്ക് അത്യന്തം പ്രീതിപ്രദവുമാണ്. ശിവനൊഴികെ എല്ലാവർക്കും ആ തീർത്ഥജലം പവിത്രമാണ്. ശംഖനാദം എവിടെയുണ്ടോ അവിടെ ലക്ഷ്മിയും സ്ഥിരമായിരിക്കുമെന്ന് പറയണു. ശംഖതീർത്ഥത്തിൽ സ്നാനം ചെയ്തവൻ സകല തീർത്ഥങ്ങളിലും സ്നാനം ചെയ്തവൻ്റെ ഫലം കിട്ടുന്നുണ്ട്. ശംഖ ഉള്ളിടത്ത് ശ്രീഹരിയുമുണ്ട് എന്നാണ് പ്രമാണം. അമംഗളത്തെ ഇല്ലാതാക്കി ലക്ഷ്മിയെയും അവിടെ തന്നെ വസിക്കുന്നുണ്ട്. ആ ശംഖധ്വനി മുഴക്കിയാൽ ലക്ഷ്മി അവിടെ പ്രത്യക്ഷമായിട്ട് വരും എന്നെല്ലാം ആ ശംഖിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു. അങ്ങനെ ആ ശംഖചൂഡനെ വധിച്ച മഹാദേവൻ തൻ്റെ കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി. ദേവന്മാരൊക്കെ പരമാനന്ദത്തോടുകൂടി അവരുടെ തിരിച്ചു കിട്ടിയ സ്വർഗങ്ങളിലേക്ക് തിരിച്ചുപോയി. സ്വർഗ
ലോകത്ത് ദുന്ദുബി മുഴങ്ങി. ഗന്ധർവന്മാര് കിന്നരന്മാരൊക്കെ പാട്ടൊക്കെ പാടി നൃത്തം ചെയ്തു. മഹാദേവനെ പുഷ്പവൃഷ്ടി ചെയ്തു. ദേവന്മാരും മുനി ഋഷീശ്വരന്മാരുമൊക്കെ ശിവനെ പ്രശംസിച്ച് സ്തുതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ശംഖചൂഡവധത്തോടു കൂടിയിട്ട് ഈ അധ്യായം 23 ഇവിടെ പരിസമാപിക്കുന്നു. ശംഖ് വളരെ പവിത്രമാണ് എന്നാണ് പറയണത്. ഇന്നും പൂജകൾക്കൊക്കെ ശംഖ് ഉപയോഗിക്കാറുണ്ടല്ലോ. ശംഖപൂജ, ശംഖതീർത്ഥമൊക്കെ അമ്പലങ്ങളിലും പൂജാവിധികളിലുമൊക്കെ ഉള്ളതാണല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് 24 അധ്യായത്തിലേക്ക് നാളെ മുതൽ കടക്കാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ഹരേ